സംസ്ഥാന സർക്കാർ ഇന്നലെയാണ് റബാഡ ചന്ദ്രശേഖരനെ പുതിയ DGP ആയിട്ട് പ്രഖ്യാപിച്ചത്. കേന്ദ്രം കൊടുത്ത ലിസ്റ്റിൽ നിന്ന് UPSC കൊടുത്ത ലിസ്റ്റിനകത്ത് നിന്ന് 3 പേരിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരാൾ, സംസ്ഥാന സർക്കാരിന് യോജിച്ചു പോകാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ നിയമിച്ചത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു തലം, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് റബാഡയെ ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചത്, ഈ പേര് നിർദ്ദേശിക്കാണ്ടായ കാരണം എന്താണ്, അദ്ദേഹത്തെ അവിടെ നിന്ന്, അതായത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് കേരളത്തിൻ്റെ DGP ആയിട്ട് കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? എന്തായിരിക്കും വിജയ് അതിൻ്റെ പ്രധാന കാരണം? ഇപ്പം നമുക്കറിയാം, റവാഡ ചന്ദ്രശേഖർ നരേന്ദ്രമോദിയുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സുരക്ഷാ സേനയുടെ തലവനായിരുന്നു, അവിടുത്തെ DGP ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അനുസരിച്ച് തന്നെയാണ് വരുന്നത്. അത് നമ്മൾ ഈ അടുത്ത കാലത്തുണ്ടായ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നത്, PFIയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റ് പുറത്തു വന്നു എന്നുള്ളൊരു സംഭവം. 950 പേരോളം കേരളത്തിൽ നിന്ന് ആ ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 950 എന്ന് പറയുന്നത് 4 പേരിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റ വെച്ചിട്ടാണ് ഈ 950 എന്നുള്ള ഒരിത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ജേർണലിസ്റ്റുകൾ, മാധ്യമപ്രവർത്തകർ, പിന്നെ ഒരു ജില്ലാ ജഡ്ജിയുടെ പേര് പുറത്തു വിട്ടിട്ടുണ്ട്, മോഹൻദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ 4ാമത്തത് 4 എക്സ് മുസ്ലിമുകൾ ഉണ്ടെന്ന് പറയുന്നു. എക്സ് മുസ്ലിമുകൾ, അതായത് മതം വിട്ടിട്ട് മതത്തിനെ വിമർശിക്കുന്നവരുണ്ടല്ലോ, ഓപ്പണായിട്ട് മതത്തിനെ വിമർശിക്കുന്ന എക്സ് മുസ്ലിമുകൾ. അപ്പോൾ ഹിന്ദുക്കൾ മാത്രമല്ല, ഇത്തരത്തിലുള്ളവരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് പുറത്തു വരികയും അത് വെറും 4 പേരിൽ നിന്നാണ്. പിന്നീട് അതിനുശേഷം അതായത് ശ്രീനിവാസൻ എന്ന് പറയുന്ന RSS പ്രവർത്തകന്റെ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിലാണല്ലോ ഇതെല്ലാം പുറത്തു വരുന്നത്. പിന്നീട് അവിടെ ആലുവ തീരത്ത് ഇവരുടെ ഓഫീസ്, അതായത് ഈ PFIയുടെ ഓഫീസ് ഉണ്ടെന്നും അവിടെ ആ ഒരു തീരം കേന്ദ്രീകരിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഈ മറ്റേ ആയുധ പരിശീലനം മറ്റും നൽകുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇത് കേരള പോലീസ് അറിയുന്നില്ലേ? അതായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും നമ്മുടെ കേരള പോലീസും ഒന്നും ഇത് അറിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതെല്ലാം ഇപ്പോൾ NIAയുടെ ഇൻവെസ്റ്റിഗേഷനിലാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നമുക്കറിയാം, ഒരു 6-7 ദിവസം മുന്നെയാണ് റവാഡ ചന്ദ്രശേഖർ ഈ ഒരു മത്സരത്തിലേക്ക്, അതായത് അദ്ദേഹം ചുവട് വെച്ചത്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ ഒരു എൻട്രി ഉണ്ടായത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് ഒരു ശ്രദ്ധ തിരിച്ചുവിടാനായിട്ടുള്ള ഒരു തന്ത്രമായിരിക്കും. കാരണം റവാഡ ചന്ദ്രശേഖർ ഇവിടെ നിന്ന് പോയ ഒരു ഓഫീസറാണല്ലോ. മുമ്പ് കൂത്തുപറമ്പിൽ ആ വിവാദമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തലശ്ശേരിയിൽ അദ്ദേഹം കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വിളിച്ചു വരുത്തി അൻവർ മറ്റും അങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ഇത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. കാരണം അൻവർ എപ്പോഴും പറയുന്ന ഒരു കാര്യം CPM RSS കോക്കസ് ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ്. ഈ അജിത് കുമാർ വേഴ്സസ് യോഗേഷ് ഗുപ്തയ്ക്ക് ഒരു പരിഹാരമായിട്ടാണ് ഈ റവാഡ ചന്ദ്രശേഖറിനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനാണ്. റവാഡ ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും പോലീസ് ചീഫ് ആകാൻ പോകുന്നതെന്ന് അൻവർ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അൻവർ പറഞ്ഞതുപോലെ സംഭവിച്ചെങ്കിലും ഇതിൻ്റെ കാരണങ്ങൾ അൻവർ പറഞ്ഞതുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം ഇത്രയും രീതിയിൽ വമ്പിച്ച രീതിയിൽ നടക്കുന്നത് ഇവിടുത്തെ ഇന്റലിജൻസിന്റെ പോരായ്മയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അങ്ങനെ തന്നെ അതിനെ വായിക്കേണ്ടതല്ലേ? അതായത് കേരളത്തിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുപാട് സ്ലീപ്പിംഗ് സെൽസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള ഇന്റലിജൻസും നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരുപാട് സ്ഥലത്ത് ഇവരുടെ സ്ലീപ്പിംഗ് സെൽസ് വളരെ വ്യാപകമായിട്ട് ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു വിവരം കേന്ദ്രത്തിനുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൊടുത്തൊരു റിപ്പോർട്ടാണത്. അപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം NIA കോടതിയിൽ നൽകിയൊരു റിപ്പോർട്ടിലാണ് ഈ പറഞ്ഞ 900-ലധികം ആളുകൾക്ക് ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീഷണി ഉണ്ട് എന്നുള്ള, അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ അത്രയും ആളുകളുണ്ട്, ഒരു ജില്ലാ ജഡ്ജി ഉൾപ്പെടെ അതിനകത്ത് വന്നിട്ടുണ്ട് എന്നൊരു ലിസ്റ്റ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനുശേഷം വലിയ ചർച്ച ഈ മന്ത്രി തലത്തിലും, അതായത് കേന്ദ്ര മന്ത്രിസഭാ തലത്തിലും കേരളത്തിലും ഒക്കെ വന്നു. അതായത് നിരോധിത സംഘടനയ്ക്ക് ഇത്രയും ഗ്രിപ്പ് കേരളത്തിലുണ്ട് എങ്കിൽ അതിനെ ഒതുക്കേണ്ട ആവശ്യം കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയുമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും അതിൻ്റെ അനുബന്ധ മറ്റ് SDPI ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പോഷക സംഘടനകളെയും ഒക്കെ ഒതുക്കുക എന്നൊരു ലക്ഷ്യം കേന്ദ്ര ഒരു നയമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയുമാണെങ്കിലും
അത്തരത്തിലുള്ള ഒരു നിരോധിത സംഘടനയുടെ, പ്രത്യേകിച്ച് രാജ്യത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാണ്ടാക്കേണ്ടത് കേന്ദ്രത്തിന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഇതിന് മുൻ കാലഘട്ടങ്ങളിൽ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NIA ഒക്കെ വന്ന് 1-2 ആളുകളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേരള പോലീസും സംസ്ഥാന സർക്കാരും പോലും അറിയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു മികച്ച ഒരു DGP അല്ലെങ്കിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വേണം എന്നത് കേന്ദ്രത്തിൻ്റെ കർശന നിർദ്ദേശമാണ്. കാരണം പല ഘട്ടങ്ങളിലും കേരള പോലീസിന് ഒരു കൃത്യമായിട്ടൊരു നേതൃത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലുള്ള ഭീകര സംഘടനകൾ കേരളത്തിൽ തഴച്ചു വളരുന്നത് തടയാൻ കേരളത്തിനാവുന്നില്ല എന്നൊരു നിലപാട് കേന്ദ്രത്തിനുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കേരളം നൽകിയ 5 പേരുടെ ലിസ്റ്റിൽ നിന്ന് 3 പേരുടെ അന്തിമ ലിസ്റ്റും അതിൽ റബാഡ ചന്ദ്രശേഖറിന് കൂടുതൽ സാധ്യതകളും നൽകി ഒരു ലിസ്റ്റ് കേരളത്തിന് കൊടുക്കുന്നത്. കേരളവുമായിട്ടുള്ള ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് റബാഡ ചന്ദ്രശേഖർ ആ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. റബാഡ ചന്ദ്രശേഖർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിൽ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ റബാഡ ചന്ദ്രശേഖറിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നത് കേന്ദ്രത്തിന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ അന്വേഷണ മുഖവും അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിൽ ഈ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഭീകര സംഘടനകൾ കേരളത്തിലുണ്ടെങ്കിൽ അതിനെ ഏതൊക്കെ രീതിയിൽ ഒതുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നതിനെ കുറിച്ച് കേന്ദ്രത്തിന് എന്തായാലും ഒരു, പക്ഷെ അത് മുഖ്യമന്ത്രിയുടെ ഒരു കീഴിൽ നമ്മുടെ ഇപ്പോൾ, അതായത് അടുത്ത വരാൻ പോകുന്നത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ നമുക്കറിയില്ല. എന്തായാലും കോൺഗ്രസിനാണ് സാധ്യത കൂടുതലെന്ന് പറയപ്പെടുന്നു. പക്ഷേ പിണറായി വിജയന്റെ കീഴിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവിയിൽ നിൽക്കുമ്പോൾ എത്രത്തോളം സത്യസന്ധമായിട്ട് ഇദ്ദേഹത്തിന് പ്രവൃത്തി ചെയ്യാൻ, കർമ്മത്തിൽ ഏർപ്പെടാൻ പറ്റുമെന്നുള്ളതും ഒരു ചോദ്യമല്ലേ? അല്ല, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതുപോലുള്ള SDPI എന്ന് പറയുന്ന സംഘടനകളെല്ലാം CPM-ന് അത്ര അടുപ്പമുള്ള സംഘടനകളല്ല. അവർക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് റബാഡ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നെങ്കിൽ CPM അതിനെ എതിർക്കുക, പിണറായി അതിനെ എതിർക്കുക എന്നൊരു നയമൊന്നും ഉണ്ടാവില്ല. അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി അതല്ല വേറെ രാഷ്ട്രീയ തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും അത്. ഇദ്ദേഹം ആയാലും ഏത് പോലീസ് ചീഫ് വന്നു കഴിഞ്ഞാലും ആ ഒരു നിയന്ത്രണം എന്തായാലും പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ റബാഡയെ കൊണ്ടുവന്നത് കൂത്തുപറമ്പ് ഒക്കെ ആയിട്ട് നേരത്തെ കണക്ട് ചെയ്ത് സംസാരിച്ചതിൻ്റെ പിൻബലത്തിൽ നമുക്ക് പറയുന്നത്, റബാഡ അന്ന് കൂത്തുപറമ്പ് ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് വിചാരണയൊക്കെ നേരിട്ടതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. പിന്നീട് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയി. അപ്പോൾ തിരിച്ച് വീണ്ടും വരുമ്പോൾ ആ പഴയ വൈരാഗ്യം വെച്ച് പെരുമാറേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ റബാഡ കേരളത്തിലേക്ക് വന്നത് എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്ലീപ്പിംഗ് സെൽസ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളെല്ലാം തന്നെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നും നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.